ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ബ്രെഡും മുട്ടയും ഉപയോഗിച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് വൈകുന്നേരങ്ങളിൽ കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വ്യത്യസ്തമായ ഇതുപോലത്തെ റെസിപ്പികൾ കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യം തന്നെ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 5 വെളുത്തുള്ളി അരിഞ്ഞതും 1.5 വലിയ സബോള നീളത്തിൽ അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ സബോളയുടെ പച്ചമണം അധികം മാറരുത്. അങ്ങനെയാണ് നമുക്ക് ഈ സ്നാക്കിന് വേണ്ടത്. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ തക്കാളി സോസും ചേർക്കുക. ഞാനിവിടെ ഡാർക്ക് സോയാ സോസാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. നല്ലോണം മിക്സായി ഒരു കുഴമ്പ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 പുഴുങ്ങിയ മുട്ട കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളകും ചേർക്കാം. ഇനി എരിവ് വേണ്ടാത്തവരാണെങ്കിൽ അവിടെ കുരുമുളകിന് പകരം ഒറിഗാനോ ചേർക്കാവുന്നതാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി വയ്ക്കുക. ഒരു 8 ബ്രെഡ് അരികെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഓരോ ബ്രെഡ് നമ്മൾ ഈ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് നമ്മളുടെ പാനിൽ പരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ പാനിൽ വെറുതെ വെച്ചിട്ടേ ഉള്ളൂ, തീ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സബോള മുട്ടക്കൂട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ പരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും മുട്ടക്കൂട്ടിൽ മുക്കിയിട്ടുള്ള നമ്മളുടെ ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ വെച്ചതിന് ശേഷം മാത്രമാണ് തീ കത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടിഭാഗം വെന്ത് വന്നിട്ടുണ്ട്, അതായത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് അതൊന്ന് കമത്തിയെടുക്കുകയാണ്. എന്നിട്ട് മറുഭാഗം കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഇതാ കണ്ടോ, അടിഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഈ പാനിലേക്ക് ഇട്ടിട്ട് മറുഭാഗം കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ കിടിലൻ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എരിവ് അതിനകത്ത് ചേർക്കാവുന്നതാണ്. ഇല്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നത് വെച്ചാൽ എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും ഇത്.